എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ നമ്മളോട് പല കാര്യങ്ങളും പറയുമ്പോൾ അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് തട്ടുകയും വളരെയധികം വേദന തോന്നുകയും ജീവിതത്തിൽ നിന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നും അതിൽ നിന്ന് നമുക്ക് അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ കരകയറി അല്ലെങ്കിൽ അത് നമ്മൾ അത്രയും അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ നമ്മളുടെ ജീവിതത്തിൽ സ്റ്റാഗ്നന്റ് പൊസിഷനിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നത് എങ്ങനെയാണെന്നുമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ വിലയേറിയ സജഷൻസിനും കമൻസിനും ഷെയറിങ്ങിനും ഒന്നുമല്ല, നിങ്ങളുടെ വിലയേറിയ സമയത്തിൻ്റെ ഒരു ഭാഗം എന്നെപ്പോലുള്ള ഓരോരുത്തരുടെയും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിനും ആ പ്രോത്സാഹനവും മോട്ടിവേഷനും ഒക്കെ തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനും. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങൾ വെച്ചിട്ട് അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, ലവർ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പല വ്യക്തികളുണ്ടാവും. അപ്പോൾ അവർ പല രീതിയിലും ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യും, ചിലപ്പോൾ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്ത് നമ്മളുടെ ആ ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒക്കെ നമ്മളെ സ്നേഹമാണെന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ കെയറിങ് ആണ്, അഫെക്ഷൻ ആണ്, കമ്പാഷൻ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു തെറ്റായ കാര്യങ്ങളെ ശരിയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ ചില രീതികൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവരുടെ ആ ഒരു ഓരോന്ന് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഒക്കെ നമുക്ക് വളരെയധികം വേദന തോന്നിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ജീവിതം അങ്ങ് സ്റ്റക്കായി അല്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നിന്നു പോകും. അപ്പോൾ അവിടെ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് ഒരു തിരക്കിട്ട ഒരു റോഡിൽ, ഒരു ബസ് സ്റ്റോപ്പിൽ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലോട് അടുത്ത് നിൽക്കുന്ന ആരെ വേണമെങ്കിലും അവിടെ ഒരു അസംഷൻ അല്ലെങ്കിൽ അതൊന്ന് അസ്യൂം ചെയ്യുക, ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗത്ത് ഈ ജീവിതത്തിന് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി നിൽക്കുകയും അപ്പുറത്തെ ഭാഗത്ത് ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ റോഡിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരേ ഡയലോഗ് നിങ്ങളോട് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, യു ആർ എ ഫൂൾ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ അറിയാത്തൊരു വ്യക്തി ഭ്രാന്തനെ പോലെ മുഷിഞ്ഞ തുണിയൊക്കെ ഉടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലവില പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി യു ആർ എ ഫൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു 5% പോലും അല്ലെങ്കിൽ ഒരു 25 പൈസയുടെ പോലും മൂല്യം കൊടുക്കാതെ അയാൾക്ക് ഭ്രാന്താണ് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുകയും നമുക്കൊന്നും തോന്നില്ല. എന്നാൽ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങളോട് ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് യു ആർ എ ഫൂൾ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കണക്കില്ലാത്തത്രയും മൂല്യം കൊടുക്കുകയും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും അതിൽ നമ്മൾ ഡീപ്പ് ഡൗൺ ആയിട്ട് നമ്മുടെ ഇമോഷൻ വൈസ് അങ്ങ് വീണു പോവുകയും ചെയ്യും. പിന്നെ അടുത്ത ഇൻസിഡൻറ്റ് വന്നത് എന്തൊക്കെയാണെന്നോ പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ഈ ഒരു വിഷയത്തിൽ വളരെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് വ്യക്തികളും പറഞ്ഞ ഡയലോഗ് ഒന്നാണ്. പക്ഷേ ഒരാൾക്ക് നമ്മൾ ഒരു 25 പൈസയുടെ പോലും മൂല്യം കൊടുത്തില്ല. കാരണം അവർ നമ്മളുടെ ജീവിതത്തിൽ ആരുമല്ല, അറിയാത്തൊരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പുലമ്പിക്കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. നമ്മൾ തന്നെ അതിന് മാർക്കിട്ടു. എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ നമ്മളുടെ മനസ്സിൽ എന്തൊക്കെയോ ആണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹയർ പെഡസ്റ്റലിലേക്ക് ഒന്ന് ഉയർത്തി നിർത്തുമ്പോൾ അവർ എന്താണെങ്കിലും നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാട്, നമ്മളുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്, കെയറിങ്ങിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അഫെക്ഷൻ്റെ പുറത്ത് ഒക്കെ അവരെ ഒരു ഹയർ ഡിഗ്രിയിലേക്ക്, ഡയമെൻഷനിലേക്ക് നമ്മൾ ഉയർത്തി നിർത്തുന്നത് കൊണ്ട് അവരെന്ത് പറഞ്ഞാലും അത് നമ്മൾക്ക് വേദനയായിട്ട് തോന്നും.
പക്ഷേ ആക്ച്വലി അവർക്ക് നമ്മൾ ഈ ഡയമെൻഷനിലേക്ക് ഉയർത്തി നിർത്തുമ്പോൾ അവർക്കൊരിക്കലും അത് ആവാൻ കഴിയില്ല. കാരണം യൂണിവേഴ്സിൻ്റെ ആ ഒരു യുണീക്ക് ക്രിയേഷനിൽ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികളെയും രണ്ട് രീതിയിലായിട്ട് നമ്മൾ കാണുക. ഇവർ രണ്ടുപേരും ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ ഓരോ കുഞ്ഞുങ്ങളാണെന്ന്. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ പറയുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ഒന്നുകിൽ നമ്മളെ താഴ്ത്തി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫിയർ ബേസിൽ അവരുടെ രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ആ ഒരു രീതിയിൽ അവരന്നേരം ആ ഡയലോഗ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഈ രണ്ടുപേരെയും എനിക്ക് അറിയാത്ത വ്യക്തികളാണെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു തലത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനോടും അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒന്നിനോട് നമ്മൾ ചേർത്ത് അല്ലെങ്കിൽ ചേർന്ന് പോകുമ്പോൾ അവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷം അവിടെ ഉണ്ടാവില്ല. നമ്മളുടെ ബന്ധങ്ങളിൽ എല്ലാ വ്യക്തികളെയും ഏറ്റവും ചേർത്ത് പിടിച്ചു നിർത്തുമ്പോൾ ആ ഒരു ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ ഓരോ ഡിഗ്രിയിലേക്ക് ഉയർത്തി ഇങ്ങനെ അങ്ങനെ എന്നുള്ള രീതിയിൽ നിർത്തുമ്പോൾ അവരെ നമ്മളിങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ മുറുക്കി പിടിച്ച് പോകാതെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ആ ഒരു സപ്രഷനിൽ നിൽക്കുമ്പോൾ അവർ എനർജി ലെവലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എനർജി ലെവലിൻ്റെ മൂവ്മെൻ്റ് ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തുമ്പോൾ അപ്പുറത്ത് ആ എനർജി ലെവലിന് സഫോക്കേഷൻ വരികയും എപ്പോഴെങ്കിലുമൊക്കെ ഇതിന് റിലീസ് വരുമ്പോൾ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഓടിപ്പോകാനോ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പിൻവാങ്ങിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ദുഃഖമാണ്. കാരണം എൻ്റെ രീതിയിലേക്കൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് അവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയൊക്കെ കാണിച്ചു പോയാൽ ഈ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ അകന്നു പോയാൽ പിന്നെ എനിക്ക് ജീവിതമില്ല എന്നൊക്കെയുള്ള നമ്മളുടെ ഉള്ളിലുള്ള തെറ്റായ ഒരു കൺസെപ്ഷൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ ഒരു ലൈഫ് ടൈമിൽ, ഈ ഒരു ജന്മത്തിൽ കർമ്മം കൊണ്ട് ഇവരെല്ലാം നമ്മളുടെ കൂടെ ചേർന്നവരാണെന്നും ഇതെല്ലാം പ്രപഞ്ചശക്തിയുടെ ക്രിയേഷനാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള സൗന്ദര്യമായാലും ശക്തിയാണെങ്കിലും ക്രിയേറ്റീവ് ഐഡിയാസ് ആണെങ്കിലും സ്വഭാവങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടെന്നും ആരെയും നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കില്ല എന്നും അങ്ങനെ നമ്മൾ ഡിറ്റാച്ച്ഡായി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് അവരെ മാറ്റി നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ നിർത്തുമ്പോൾ നമ്മളിൽ ആണ് എന്നുള്ള രീതിയിൽ നമ്മളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളെ എല്ലാം വളർത്തുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ നമ്മളുടെ കൈപ്പിടിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തോടിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോൾ അവർക്ക് അവരുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സഫക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇതിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ആയിക്കൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പറയുന്ന ചുറ്റിന് നിൽക്കുന്ന ആളുകളോടെല്ലാം അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ ഒന്നും ഞാൻ പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുക, സേവനങ്ങൾ ചെയ്യുക, സഹായങ്ങൾ ചെയ്യുക. അന്നേരം ലൈഫ് സിറ്റുവേഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ അവർക്ക് വേണ്ടി ഞാനിതെല്ലാം ചെയ്തു തന്നില്ലേ, തിരിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാതെ ഒന്നും ചോദിക്കുകയും വേണ്ട, നമ്മൾ അൺകണ്ടീഷണലായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക ഈശ്വരൻ്റെ നാമത്തിൽ. അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഈ ഒരു സമയം അവർക്ക് വേണ്ടിയിട്ട് അവരറിഞ്ഞോ അറിഞ്ഞില്ലയോ ഒന്നുമില്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള വ്യക്തികൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാം അതിൻ്റെ നേരായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരെയും കാത്തുകൊള്ളണേ എന്നുള്ളൊരു പ്രാർത്ഥന. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, ഗ്രേറ്റ്ഫുൾ ആവുക.
പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് മോഡിലേക്ക് വരിക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ബന്ധങ്ങളുടെ വഴി ആ ഒരു രീതിയിൽ നമ്മൾ ഇത്രയും അടുത്ത് നിർത്തുന്ന ആളുകളെ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ കെയറിങ് അല്ലെങ്കിൽ അഫെക്ഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവർ നമ്മളോട് പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ നിന്ന് ഒന്നും ചിന്തിക്കാതിരിക്കുക. ഈഗോ മൈൻഡ് സെറ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ലോവർ സെൽഫിൽ നിന്നുകൊണ്ടാണ് ഞാനെല്ലാം ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരും, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ വളരെ ഡൗൺ ആയി പോകും. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് പൂർണ്ണമായൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈഗോയ്ക്ക് ഡെത്ത് വരുത്തുന്ന രീതിയിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു ചക്രാസ് എല്ലാം ഓപ്പണായി ബ്ലോക്കേജ് എല്ലാം മാറി നമ്മളുടെ ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തി, ഈശ്വരീയ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് കുടിയിരുത്തി ആവാഹിച്ചിരുത്തി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും വളരെ സമാധാനമാണ്, വളരെ സന്തോഷമാണ്. നമുക്കിടെ ഉള്ളിൽ ഇമോഷൻസിൻ്റെ ആ ഒരു ടർബുലൻസ് ഇങ്ങനെ വലിയ തിരമാലകൾ പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ നമ്മൾ വളരെ ബാലൻസ്ഡായി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഈഗോയ്ക്ക് ഡെത്ത് വന്നതിന് ശേഷം നമ്മളുടെ ഹയർ സെൽഫിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അവരെത്ര പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ യു ആർ എ ഫൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഫൂളൊന്നുമല്ല, നമ്മൾ പ്രപഞ്ചശക്തിയുടെ കുഞ്ഞാണ്, അതും പ്രപഞ്ചശക്തിയുടെ ഒരു കുഞ്ഞാണ്. പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവർ ജീവിച്ചു വന്ന സാഹചര്യം, മറ്റ് ആളുകൾ അല്ലെങ്കിൽ നേരത്തെ അവരെ വളർത്തിയിരുന്ന ആളുകളുടെ ആ ഒരു സ്വഭാവ സവിശേഷത, ഇവരിലുള്ള ഇമ്പാക്റ്റ്, ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ മോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ നമ്മളോട് പെരുമാറാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. അതായത് എൻ്റെ ഈഗോയ്ക്ക് ഡെത്ത് വന്ന് ഞാൻ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡായി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ മൂല്യം, എൻ്റെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ വർത്ത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം ആ ഒരു വാല്യൂ ഉണ്ടെന്ന് കൃത്യമായി എനിക്കറിയാവുന്നത് കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി യു ആർ എ ഫൂൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൂളല്ല എന്ന് നമ്മൾക്ക് സ്വയം തോന്നും. അങ്ങനെ സ്വയം തോന്നുമ്പോൾ പിന്നെ ഈ പറയുന്ന വ്യക്തി എന്തെല്ലാം പറഞ്ഞാലും ശരി തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അടുപ്പം വെച്ചിട്ടൊന്നും നമ്മൾക്ക് അവരോടൊന്നല്ല ഒന്നും തിരിച്ച് പെരുമാറാനോ പ്രവർത്തിക്കാനോ പറയാനോ ഒന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ ഒരു ഹയർ സെൽഫിലേക്ക് നമ്മളെ തന്നെ ഉയർത്തി നിർത്തുക. പിന്നെ ഇതുപോലത്തെ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ടാർഗറ്റ് പോയിന്റ് ആണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഒരാൾ വെടിവെക്കാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ആ വെടിയുടെ ഉണ്ടകളും നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ കയറി പോകുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാതെ നമ്മളത് കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചു നിന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ആ ഒരു രീതിയിൽ മാത്രം നിൽക്കുക. ഒരു സാക്ഷി, ഈ ഒരു കാര്യം നടന്നപ്പോൾ ഞാനതിന് സാക്ഷിയായി, അതങ്ങനെ കണ്ട് അതങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വളരെ പീസ്ഫുള്ളായി ഇരുന്നു കൊണ്ട് ആ ഒരു കാര്യത്തിനെ നമ്മൾ ഡീല് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യം നമ്മളുടെ അടുത്ത് പറയുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ പുറത്തേക്കാണ് നോക്കുന്നത്. ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ, അവർ കണ്ടോ, അവരിത് അറിഞ്ഞോ, അവരെന്ത് മനസ്സിലാക്കി, അവരെന്താ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇനി അവർ വേറെ വ്യക്തികളോട് ഈ കാര്യം പറയുമോ, സമൂഹത്തിൽ എന്താണ് ഇതിൻ്റെ സ്ഥാനം, എന്നെ മറ്റുള്ളവരെങ്ങനെയാണ് കരുതുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയത്, എന്താണ് അവിടെ അവസാനം അതിൻ്റെ ഫലമുണ്ടായത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പുറത്തേക്ക് ഇതിനെ നോക്കാതെ
നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. ഇത് നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഇമോഷണൽ ടർബുലൻസിനെ എല്ലാം വളരെ പീസ്ഫുള്ളാക്കി, വളരെ കാമായി നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ ഒരു 7-8 പ്രാവശ്യം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് ആ ഒരു ഫോക്കസിനെ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നില്ല എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് മറക്കുമ്പോൾ ആ ഒരു ഇമോഷൻസ് വളരെ ലോ ആവുകയും നമ്മുടെ ഇൻ്റലിജൻസ് വളരെ ഹൈ ആവുകയും ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ സെൻസറി സിസ്റ്റത്തിനെ വളരെ തുറന്നു പിടിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. എങ്ങനെ നോക്കിക്കാണാൻ പറ്റും? ഒരു മരത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ മരത്തിനകം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് ഒരു എയ്റോപ്ലെയിനിൽ നിന്നങ്ങാണ് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഉയർന്നു നിൽക്കുന്ന ഒരു മരത്തിനെയല്ല, അതുപോലെ ഉയർന്നു നിൽക്കുന്ന പല മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക. ആ ദിവ്യമായ ശക്തി, ആ പ്രപഞ്ച ശക്തിയെ ഞാൻ ആവാഹിച്ച് ഉള്ളിലിരുത്തിയിരിക്കുന്നു, പൂജിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ താങ്ക് യു എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മളിങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം കഴിവുകളും എത്രത്തോളം മൂല്യവും എത്രത്തോളം സൗന്ദര്യവും ഒക്കെ തന്നാണ് നാം ഓരോരുത്തരെയും അല്ലെങ്കിൽ എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ വലിയൊരു വ്യൂവിൽ നമ്മളെ തന്നെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്ന് ഉരുവിട്ട് വായിലൂടെ വരുന്ന വാചകങ്ങളോ അവരുടെ പ്രവൃത്തികളോ ഒന്നും നമ്മളെ നിർത്തുന്നില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ മാറി 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 പോവുക. എപ്പോഴും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അതിനെ നമ്മൾ പോസിറ്റീവാക്കാനുള്ള ആ ഒരു കരവിരുത് നമ്മൾക്ക് നേടിയെടുത്താൽ ജീവിതത്തിൽ ബാക്കിയെല്ലാം നമ്മളിലേക്ക് വന്നോളും. നമ്മൾ വളരെ പോസിറ്റീവായി എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് നമുക്ക് വലിയ കൊടുങ്കാറ്റാണെങ്കിലും നമ്മൾക്കതിനെ തടയാൻ സാധിക്കും. കാരണം ആ പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി എൻ്റെ ഉള്ളിൽ കുടിയിരുന്നു കൊണ്ട് നമ്മളുടെ ഓറ വളരെ ഇങ്ങനെ പുറത്തേക്ക് അതിൻ്റെ ഒരു റേ ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, അവർ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ വേദനിപ്പിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ എന്തോ പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ളൊരു നിലപാടിലേക്ക് അവരെയും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തിയും അല്ലെങ്കിൽ പറച്ചിലിനെയും ഒക്കെ അവരെങ്കിൽ പറഞ്ഞു തീരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല. വളരെ കൂളായി വളരെ കാമായി പറഞ്ഞു തീർന്നോ, ഞാനത് കേട്ടു, ഞാൻ പോവുകയാണ്, എനിക്ക് വേറെ ജോലിയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ കൂളായി ഇരിക്കുമ്പോൾ അവർക്ക് പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. 1-2 പ്രാവശ്യമൊക്കെ ഈ ടാക്ടിക്സ് എടുത്തിട്ട് പിന്നെ അവർ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് എഴുതി അവരങ്ങ് പോകും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾക്കറിയാം നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ വിളക്കുകൾ ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഇരുമ്പ് ദണ്ടാണെങ്കിലും ഏത് ലോഹത്തിൻ്റെ ആണെങ്കിലും ആ ഒരു ദണ്ട് അല്ലെങ്കിൽ ആ ഒരു ലോഹത്തിനെ വളരെ ടെമ്പറേച്ചർ കൂടിയ ചുട്ടുപഴുക്കുന്ന രീതിയിൽ അതിനെ ചൂടാക്കി വെള്ളം ലിക്വിഡ് രൂപത്തിലാക്കി ഏത് ഷേപ്പിൽ വേണോ അതിലേക്ക് ഒഴിച്ച് അതിനെ തണുപ്പിച്ച് മോൾഡ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും വളരെ തണുത്തിരുന്നാൽ നമ്മൾ എന്തെങ്കിലും കേട്ടാലും എന്ത് സന്ദർഭത്തിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും എത്ര നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ ടെമ്പറേച്ചർ നമ്മളുടെ ഇമോഷൻസ് ഒന്നും വളരെ ഹൈ ആവാതെ എപ്പോഴും ഇമോഷൻസിനെ ലോ ആക്കി വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ തണുത്തിരുന്നാൽ അവരിനി എന്തെല്ലാം നമ്മളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്യൂസ് ആയാലും അല്ലെങ്കിൽ സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും കൊണ്ടുവന്നാൽ നമ്മൾക്കതിലൊന്നും ചഞ്ചലപ്പെടില്ല. കാരണം നമ്മൾ ആ ഒരു തണുത്ത ഉറഞ്ഞു കിടക്കുന്ന ആ ഒരു ലോഹത്തിനെ പോലെ നമ്മൾ വളരെ ശക്തമാണ്.
പുറത്തുനിന്നുള്ള ഒരു പ്രഹരങ്ങളും നമ്മളെ ഏൽക്കില്ല. പ്രഹരങ്ങൾ ഏറ്റാലും ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു മാറ്റവും വരാതെ എപ്പോഴും വളരെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.